സ്റ്റുഡൻസ്, എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് എന്ന ചാപ്റ്ററുമായി റിലേറ്റഡ് ആയിട്ടുള്ള NCERT ഫോക്കസ് ഏരിയ പോയിന്റ്സ് ആണ്. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡീഫോമിംഗ് ഫോഴ്സ് എന്ന ഒരു കോൺസെപ്റ്റാണ്. നമ്മൾ ഓൾറെഡി ഫോഴ്സ് എന്താണെന്ന് പഠിച്ചു കഴിഞ്ഞു. ഒരു വസ്തുവിൻ്റെ നിശ്ചലാവസ്ഥയ്ക്കോ യൂണിഫോം മോഷനോ മാറ്റം വരുത്തുന്ന ഒന്നാണ് ഫോഴ്സ് എന്ന് പറയുന്നത്. പക്ഷേ നമ്മളൊരു വസ്തുവിൽ ഫോഴ്സ് അപ്ലൈ ചെയ്താൽ അത് എല്ലായ്പ്പോഴും വസ്തുവിൻ്റെ നിശ്ചലാവസ്ഥയ്ക്കോ നേർരേഖ സമാനചലനത്തിനോ മാറ്റം വരുത്തണമെന്ന് നിർബന്ധമില്ല. അതിന് പകരം നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ആ വസ്തുവിൻ്റെ ഷേപ്പിനോ സൈസിനോ മാറ്റം വരുത്താം. അങ്ങനെ ഒരു വസ്തുവിൻ്റെ ഷേപ്പിനോ സൈസിനോ മാറ്റം വരുത്തുന്ന ഫോഴ്സിനെയാണ് ഡീഫോമിംഗ് ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ ഇറ്റ് ഈസ് ദ ഫോഴ്സ് വിച്ച് ചേഞ്ചസ് ദ ഷേപ്പ് ഓർ സൈസ് ഓഫ് ദ ബോഡി. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു സ്പ്രിങ് എടുത്ത് ആ സ്പ്രിങ്ങിനെ വലിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കാണാം? അതിൻ്റെ നീളം, ലെങ്ത് ഇൻക്രീസ് ചെയ്യുന്ന കാണാൻ പറ്റും അല്ലേ? അതുകൊണ്ട് നമ്മൾ അവിടെ അപ്ലൈ ചെയ്ത ഫോഴ്സിനെ ഡീഫോമിംഗ് ഫോഴ്സ് എന്ന് വിളിക്കാം. മനസ്സിലായല്ലോ? ഓക്കെ, അതുപോലെ മറ്റൊരു ഫോഴ്സാണ് റീസ്റ്റോറിംഗ് ഫോഴ്സ്. എന്താണ് റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. നമ്മളൊരു സ്പ്രിങ്ങിനെ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ലെങ്ത് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. പക്ഷേ നമ്മൾ അപ്ലൈ ചെയ്ത ഫോഴ്സ്, അതായത് ഡീഫോമിംഗ് ഫോഴ്സ് ഒഴിവാക്കിയാൽ എന്താ സംഭവിക്കുക? അത് വീണ്ടും തിരിച്ച് അതിൻ്റെ ഒറിജിനൽ സൈസ് അറ്റൈൻ ചെയ്യും. ശരിയല്ലേ? അത് ഒറിജിനൽ സൈസ് അറ്റൈൻ ചെയ്യാൻ കാരണം അതിൻ്റെ ഉള്ളിൽ ഒരു ഫോഴ്സ് ഉണ്ടാവുന്നതുകൊണ്ടാണ്. ആ ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്ത ഡീഫോമിംഗ് ഫോഴ്സിന് നേരെ ഓപ്പോസിറ്റ് ആണ്. ഈ ഫോഴ്സിനെയാണ് നമ്മൾ റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ ഇറ്റ് ഈസ് ദ ഫോഴ്സ് ഡെവലപ്ഡ് ഇൻസൈഡ് ദ ബോഡി വിച്ച് ഹെൽപ്സ് ടു റീഗെയിൻ ഇറ്റ്സ് ഒറിജിനൽ സൈസ് ഓർ ഷേപ്പ്. അതായത് ഒരു വസ്തുവിൻ്റെ ഒറിജിനൽ സൈസോ ഷേപ്പോ അറ്റൈൻ ചെയ്യാൻ സഹായിക്കുന്ന ഫോഴ്സിനെയാണ് നമ്മൾ റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ, അടുത്ത ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് ഇലാസ്റ്റിസിറ്റി. എന്താണ് ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ? ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് ഒരു വസ്തുവിൻ്റെ പ്രോപ്പർട്ടിയാണ്. എന്തിനു വേണ്ടിയുള്ള പ്രോപ്പർട്ടി? നമ്മൾ അപ്ലൈ ചെയ്ത ഡീഫോമിംഗ് ഫോഴ്സ് ഒഴിവാക്കുമ്പോൾ ആ വസ്തുവിന് അതിൻ്റെ ഒറിജിനൽ സൈസ് അല്ലെങ്കിൽ ഷേപ്പ് റീഗെയിൻ ചെയ്യാനുള്ള ഒരു കഴിവ്. ആ കഴിവിനെയാണ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇലാസ്റ്റിസിറ്റി ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് എ മെറ്റീരിയൽ ബോഡി ബൈ വിച്ച് ഇറ്റ് റീഗെയിൻസ് ഇറ്റ്സ് ഒറിജിനൽ സൈസ് ഓർ ഷേപ്പ് ആഫ്റ്റർ ദ റിമൂവൽ ഓഫ് ഡീഫോമിംഗ് ഫോഴ്സ്. ഓക്കെ, ഇനി എന്താണ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ബോഡി എന്ന് പറഞ്ഞാൽ? പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. നമ്മൾ ഡീഫോമിംഗ് ഫോഴ്സ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ വസ്തു എന്ത് ചെയ്യുക? അതിൻ്റെ ഒറിജിനൽ സൈസും ഷേപ്പും കംപ്ലീറ്റ് ആയിട്ട് അറ്റൈൻ ചെയ്യുക. ഓക്കെ, അങ്ങനെ ഡീഫോമിംഗ് ഫോഴ്സ് ഒഴിവാക്കിയതിന് ശേഷം ഒരു വസ്തു കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ ഒറിജിനൽ സൈസും ഷേപ്പും റീഗെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ വസ്തുവിനെ എന്ത് വിളിക്കാം? പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ബോഡി എന്ന് വിളിക്കാം. മനസ്സിലായില്ലേ? പക്ഷേ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ബോഡി എന്ന് പറയുന്നത് ഒരു ഐഡിയൽ കോൺസെപ്റ്റ് മാത്രമാണ്. അങ്ങനെ ഒരു ബോഡി എക്സിസ്റ്റ് ചെയ്യുന്നില്ല. മനസ്സിലായില്ലേ? പക്ഷേ നമുക്ക് ക്വാർട്സ് ഫൈബർ, അതേപോലെ തന്നെ ഫോസ്ഫർ ബ്രോൺസ്, ഇതൊക്കെ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ബോഡിക്ക് ഏറ്റവും അടുത്ത് നിൽക്കുന്ന വസ്തുക്കൾക്ക് ഉദാഹരണമാണെന്ന് പറയാം. അതുകൊണ്ട് തന്നെ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ബോഡിക്ക് അടുത്ത് നിൽക്കുന്ന വസ്തുക്കൾക്ക് ഉദാഹരണം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്വാർട്സ് ഫൈബറും ഫോസ്ഫർ ബ്രോൺസും എഴുതാം. മനസ്സിലായില്ലേ? അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് പെർഫെക്റ്റ്ലി പ്ലാസ്റ്റിക് ബോഡി. എന്താണ് പെർഫെക്റ്റ്ലി പ്ലാസ്റ്റിക് ബോഡി എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ. ഒരു വസ്തുവിൻ്റെ മുകളിലുള്ള ഡീഫോമിംഗ് ഫോഴ്സ് നമ്മൾ ഒഴിവാക്കിയതിന് ശേഷം അതെന്ത് ചെയ്യുന്നില്ല? അതിൻ്റെ ഒറിജിനൽ സൈസും ഷേപ്പും റീഗെയിൻ ചെയ്യുന്നില്ല എങ്കിൽ അതിനെ നമുക്ക് പെർഫെക്റ്റ്ലി പ്ലാസ്റ്റിക് ബോഡി എന്ന് വിളിക്കാം. പെർഫെക്റ്റ്ലി പ്ലാസ്റ്റിക് ബോഡി എന്ന് പറയുന്നതും ഒരു ഐഡിയൽ കോൺസെപ്റ്റ് തന്നെയാണ്. പെർഫെക്റ്റ്ലി പ്ലാസ്റ്റിക് ആയിട്ടുള്ള ഒരു വസ്തു ഇല്ല. ഓക്കെ, പക്ഷേ നമുക്ക് പാരാഫിൻ വാക്സ്, അതേപോലെ തന്നെ ക്ലേ, അതൊക്കെ പെർഫെക്റ്റ്ലി പ്ലാസ്റ്റിക് ബോഡിക്ക് അടുത്ത് വരുന്ന വസ്തുക്കൾക്ക് ഉദാഹരണങ്ങളാണ്. മനസ്സിലായോ? അപ്പോൾ പെർഫെക്റ്റ്ലി പ്ലാസ്റ്റിക് ബോഡിക്ക് ഉദാഹരണങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിനടുത്ത് വരുന്ന വസ്തുക്കൾക്ക് ഉദാഹരണം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പാരാഫിൻ വാക്സ്, അതേപോലെ തന്നെ ക്ലേ എന്നൊക്കെ ഉത്തരം എഴുതാം. മനസ്സിലായില്ലേ? മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റാണ് ഇലാസ്റ്റിക് ലിമിറ്റ്. നമ്മളൊരു വസ്തുവിൽ ഡീഫോമിംഗ് ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സൈസും ഷേപ്പും മാറും അല്ലേ? പക്ഷേ ഫോഴ്സ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് വീണ്ടും ഒറിജിനൽ സൈസും ഷേപ്പിലേക്കും തിരിച്ചു വരും. പക്ഷെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഡീഫോമിംഗ് ഫോഴ്സ് കൂട്ടുന്നതിനനുസരിച്ച് അവിടെ ഉണ്ടാകുന്ന ഡീഫോർമേഷനും കൂടും. പക്ഷേ അത് എല്ലായ്പ്പോഴും തിരിച്ചു വരണം നിർബന്ധമില്ല. നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഡീഫോമിംഗ് ഫോഴ്സിൻ്റെ വാല്യൂ ഒരു മാക്സിമം വാല്യൂ ആയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിനേക്കാൾ കൂട്ടിക്കഴിഞ്ഞാൽ പിന്നീട് ആ വസ്തു എന്ത് ചെയ്യില്ല? അതിൻ്റെ ഒറിജിനൽ സൈസിലേക്കും ഷേപ്പിലേക്കും തിരിച്ചു വരില്ല. മനസ്സിലായില്ലേ? അതുകൊണ്ട് നമുക്ക് ആ മാക്സിമം ഡീഫോമിംഗ് ഫോഴ്സിന് ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് വിളിക്കാം. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ മാക്സിമം ഡീഫോമിംഗ് ഫോഴ്സ് അപ് ടു വിച്ച് ദ ബോഡി റീഗെയിൻ ഇറ്റ്സ് ഒറിജിനൽ സൈസ് ആൻഡ് ഷേപ്പ് ആഫ്റ്റർ ദ റിമൂവൽ ഓഫ് ദ ഡീഫോമിംഗ് ഫോഴ്സ്. ഓക്കെ, ആഫ്റ്റർ ദാറ്റ് മാക്സിമം ഡീഫോമിംഗ് ഫോഴ്സ് ഇറ്റ് ഡസ് നോട്ട് റീഗെയിൻ ഇറ്റ്സ് ഒറിജിനൽ സൈസ് ഓർ ഷേപ്പ്. മനസ്സിലായല്ലോ? അതിനെയാണ് നമ്മൾ ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇലാസ്റ്റിക് ലിമിറ്റിൻ്റെ ഉള്ളിൽ
അതിൻ്റെ ഉള്ളിൽ ഡീഫോമിംഗ് ഫോഴ്സും അതുപോലെ തന്നെ റീസ്റ്റോറിംഗ് ഫോഴ്സും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അതുകൊണ്ടാണ് അത് തിരിച്ചു വരുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ വിത്തിൻ ദ ഇലാസ്റ്റിക് ലിമിറ്റ് ഡീഫോമിംഗ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു എന്താണ്, റീസ്റ്റോറിംഗ് ഫോഴ്സ് ആണ്. ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഓക്കെ, അതുപോലെ വിത്തിൻ ദ ഇലാസ്റ്റിക് ലിമിറ്റ് ബോഡി എന്തായിരിക്കും, ഇലാസ്റ്റിക് ആയിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ഇലാസ്റ്റിക് പ്രോപ്പർട്ടി കാണിക്കും. ഓക്കെ, ആഫ്റ്റർ ദ ഇലാസ്റ്റിക് ലിമിറ്റ് ഇറ്റ് ബിക്കംസ് വാട്ട്, എ പ്ലാസ്റ്റിക് ബോഡി ഓർ ഇറ്റ് ഷോസ് പ്ലാസ്റ്റിക് ബിഹേവിയർ. മനസ്സിലായല്ലോ? അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് സ്ട്രെസ്. നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു, ഒരു വസ്തുവിൽ ഡീഫോമിംഗ് ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഒരു റീസ്റ്റോറിംഗ് ഫോഴ്സ് ഉണ്ടാവും. അങ്ങനെ ഉണ്ടാവുന്ന റീസ്റ്റോറിംഗ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയയെ വിളിക്കുന്ന പേരാണ് സ്ട്രെസ്. ഓക്കെ, സോ സ്ട്രെസ് ഈസ് ദ റീസ്റ്റോറിംഗ് ഫോഴ്സ് ഡെവലപ്ഡ് പെർ യൂണിറ്റ് ഏരിയ. ഓക്കെ, അതുകൊണ്ട് അതിൻ്റെ ഇക്വേഷൻ എന്താണെന്ന് ചോദിച്ചാൽ റീസ്റ്റോറിംഗ് ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ എന്നാണ്. ദാറ്റ് ഈസ് എഫ് ഡിവൈഡഡ് ബൈ എ. അവിടെ എഫ് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ഫോഴ്സ് ആണ്. കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ട് അണ്ടർ ദ ഇലാസ്റ്റിക് ലിമിറ്റ് റീസ്റ്റോറിംഗ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു എന്താണ്, എക്സ്റ്റേണൽ ഫോഴ്സ് ആണ്. അതുകൊണ്ട് സ്ട്രെസ് കണ്ടുപിടിക്കാൻ എഫ് ബൈ എ ഉപയോഗിക്കാം. അവിടെ എഫ് എന്ന് പറയുന്നത് എന്താണ്, എക്സ്റ്റേണൽ ഫോഴ്സിന് ഈക്വൽ ആണ്. ഓക്കെ, ഇതിൻ്റെ എസ് ഐ യൂണിറ്റ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ പാസ്കൽ ആണ്. കൂടാതെ ഇത് ഏത് ടൈപ്പ് ക്വാണ്ടിറ്റി ആണെന്ന് ചോദിച്ചാൽ സ്കാലാർ ക്വാണ്ടിറ്റി എന്ന് പറയാം. ഓക്കെ, പക്ഷേ എക്സാക്ട്ലി ഇതൊരു ടെൻസറാണ്. മനസ്സിലായല്ലോ? അപ്പോൾ നിങ്ങൾക്ക് ഓപ്ഷനിൽ സ്കാലാർ ക്വാണ്ടിറ്റിയും ടെൻസറും തന്നിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആൻസർ എന്താണ്, ടെൻസറാണ്. ഇനി ടെൻസർ തന്നിട്ടില്ലെങ്കിൽ യു ക്യാൻ റൈറ്റ് ആസ് വാട്ട്, സ്കാലാർ ക്വാണ്ടിറ്റി. മനസ്സിലായല്ലോ? ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടൈപ്സ് ഓഫ് സ്ട്രെസ്സുകളാണ്. ഓക്കെ, ഏതൊക്കെ ടൈപ്പ് സ്ട്രെസ്സുകളുണ്ട്. ഒന്നാമതായിട്ട് പഠിക്കാനുള്ളത് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് ആണ്. എന്താണ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് എന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. ഇറ്റ് ഈസ് ദ റീസ്റ്റോറിംഗ് ഫോഴ്സ് ഡെവലപ്ഡ് പെർ യൂണിറ്റ് ഏരിയ വെൻ ദ ഫോഴ്സ് ഈസ് അപ്ലൈഡ് നോർമൽ ടു ദ സർഫസ്. അതായത് ആ വസ്തുവിൻ്റെ സർഫസിന് നോർമലായിട്ടാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ആ സമയത്തുണ്ടാകുന്ന റീസ്റ്റോറിംഗ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ വിളിക്കുന്ന പേരാണ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് എന്ന്. മനസ്സിലായില്ലേ? ഉദാഹരണം, നിങ്ങൾക്ക് ഇവിടെ ഒരു റോഡ് കാണിച്ചിട്ടുണ്ട്. ആ റോഡിൽ രണ്ട് എൻഡിൽ ഞാൻ ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആ ഫോഴ്സ് അപ്ലൈ ചെയ്തിരിക്കുന്നത് എന്താണ്, ആ സർഫസിന് നോർമലായിട്ടാണ്. അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്തുണ്ടാവുന്നുണ്ട്, ഒരു റീസ്റ്റോറിംഗ് ഫോഴ്സ് കൊണ്ട് ഉണ്ടാവുന്നുണ്ട്. ആ റീസ്റ്റോറിംഗ് ഫോഴ്സിനെ ആ ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നതാണ് എന്ത്, ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഫിഗറിലും കാണിച്ചിരിക്കുന്നത് ഒരു റോഡാണ്. ആ റോഡിലും ഞാൻ എന്ത് ചെയ്യുന്നു, ആ സർഫസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. ഓക്കെ, അവിടെയും ഉണ്ടാവുന്ന സ്ട്രെസ് എന്ത് തന്നെയാണ്, ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് തന്നെയാണ്. മനസ്സിലായില്ലേ? പക്ഷേ ഒന്നാമത്തെ കേസിൽ അവിടെ അതിൻ്റെ ലെങ്ത് ഇൻക്രീസ് ചെയ്യുന്നു. രണ്ടാമത്തെ കേസിൽ ലെങ്ത് എന്താ ചെയ്യുന്നത്, ഡിക്രീസ് ചെയ്യുക ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കാം, എന്താണ്, നമ്മൾ സർഫസിന് ഫോഴ്സ് അപ്ലൈ, അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, നമ്മൾ സർഫസിന് നോർമലായിട്ടാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ലെങ്ത് ഇൻക്രീസ് ചെയ്യുകയോ ഡിക്രീസ് ചെയ്യുകയോ ചെയ്യാം. മനസ്സിലായില്ലേ? ഓക്കെ, ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ത് തന്നെയാണ്, റീസ്റ്റോറിംഗ് ഫോഴ്സ് ഡിവൈഡ് ബൈ ഏരിയ തന്നെയാണ്. ദാറ്റ് ഈസ് എഫ് ഡിവൈഡഡ് ബൈ എ. പക്ഷേ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് തന്നെ രണ്ട് ടൈപ്പ് സ്ട്രെസ്സുകളുണ്ട്. ഒന്ന്, ലെങ്ത് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ, മനസ്സിലായില്ലേ, നമ്മൾ അപ്ലൈ ചെയ്യുന്ന നോർമൽ ഫോഴ്സ് കാരണം വസ്തുവിൻ്റെ ലെങ്ത് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ടെൻസൈൽ സ്ട്രെസ്. നേരെ മറിച്ച് ആ വസ്തുവിൻ്റെ ലെങ്ത് ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് കംപ്രഷണൽ സ്ട്രെസ്. മനസ്സിലായല്ലോ? ഓക്കെ, ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നതിൽ ഒന്നാമത്തെ കേസിലുണ്ടാവുന്ന സ്ട്രെസ് ടെൻസൈൽ സ്ട്രെസ് ആണ്. കാരണം അവിടെ ലെങ്ത് ആണ് ഇൻക്രീസ് ചെയ്യുന്നത്. രണ്ടാമത്തെ കേസിലുണ്ടാവുന്ന സ്ട്രെസ് കംപ്രസീവ് സ്ട്രെസ് ആണ്. ഓക്കെ, കാരണം അവിടെ ലെങ്ത് എന്ത് ചെയ്യുന്നു, ഡിക്രീസ് ചെയ്യുന്നു. രണ്ടാമത്തെ ടൈപ്പ് സ്ട്രെസ് ആണ് ഷിയർ സ്ട്രെസ് ഓർ ടാൻജൻഷ്യൽ സ്ട്രെസ്. ഓക്കെ, എന്താണ് ഷിയർ സ്ട്രെസ് എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ദ റീസ്റ്റോറിംഗ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ വെൻ ദ ഫോഴ്സ് ഈസ് അപ്ലൈഡ് ടാൻജൻഷ്യൽ ടു ദ സർഫസ്. അതായത് ഒരു വസ്തുവിൻ്റെ സർഫസിന് ടാൻജൻഷ്യൽ ആയിട്ടാണ് നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാവുമ്പോൾ ആ വസ്തുവിൽ ഉണ്ടാകുന്ന റീസ്റ്റോറിംഗ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയയാണ് നമ്മൾ ഷിയറിംഗ് സ്ട്രെസ് അല്ലെങ്കിൽ ടാൻജൻഷ്യൽ സ്ട്രെസ് എന്ന് പറയുന്നത്. ഇവിടെ ഈ ചിത്രത്തിൽ ഒരു സിലിണ്ടർ കാണിച്ചിട്ടുണ്ട്. ഈ സിലിണ്ടറിൽ ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. എങ്ങനെയാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്, ടാൻജൻഷ്യലായിട്ടാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. മനസ്സിലായോ? ഇങ്ങനെ ടാൻജൻഷ്യലായിട്ട് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവിടെ എന്താ സംഭവിച്ചത്, അതിൻ്റെ ഷേപ്പ് എന്ത് ചെയ്തു, ചേഞ്ച് ചെയ്തു. മനസ്സിലായില്ലേ? അങ്ങനെയാകുമ്പോൾ അവിടെ ഉണ്ടാകുന്ന സ്ട്രെസ് എന്ത് സ്ട്രെസ്സാണ്, ടാൻജൻഷ്യൽ സ്ട്രെസ്സാണ്. അതെന്തിനാണ് മാറ്റം വരുത്തുന്നത്, ഷേപ്പിനാണ് മാറ്റം വരുത്തുന്നത്, വോളിയത്തിനല്ല. മനസ്സിലായില്ലേ? ഈ ഷിയറിംഗ് സ്ട്രെസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ത് തന്നെയാണ്, റീസ്റ്റോറിംഗ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ തന്നെയാണ്. ദാറ്റ് ഈസ് എഫ് ഡിവൈഡഡ് ബൈ എ. മനസ്സിലായല്ലോ? മൂന്നാമത്തെ ടൈപ്പാണ് ഹൈഡ്രോളിക് സ്ട്രെസ്. എന്താ ഈ ഹൈഡ്രോളിക് സ്ട്രെസ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം, ഇറ്റ് ഈസ് ദ റീസ്റ്റോറിംഗ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ വെൻ ദ ഫോഴ്സ് ഈസ് അപ്ലൈഡ് നോർമൽ ടു ദ സർഫസ് ആൻഡ് ഇറ്റ് ചേഞ്ചസ് ദ വോളിയം ഓഫ് ദ ബോഡി. മനസ്സിലായോ? അപ്പോൾ ഇവിടെയും നമ്മൾ ഫോഴ്സ് നോർമലായിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. അങ്ങനെ നോർമലായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ വസ്തുവിൽ ഉണ്ടാകുന്ന സ്ട്രെസ്സിനെയാണ് ഹൈഡ്രോളിക് സ്ട്രെസ് എന്ന് പറയുന്നത്.
ഓക്കെ, പക്ഷേ ഈ സ്ട്രെസ്സ് അതിൻ്റെ എന്തിന് മാറ്റം വരുത്തുന്നു? വോളിയത്തിനാണ് മാറ്റം വരുത്തുന്നത്. മനസ്സിലായോ? ഇങ്ങനെ വോളിയത്തിന് മാറ്റം വരുത്തുന്ന സ്ട്രെസ്സാണ് എന്ത്? ഹൈഡ്രോളിക് സ്ട്രെസ് എന്ന് പറയുന്നത്. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ത് തന്നെയാണ്? ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ തന്നെയാണ്. അപ്പോൾ നമ്മളിവിടെ 3 ടൈപ്പ് സ്ട്രെസ്സുകൾ പഠിച്ചു. ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്, ഷിയർ സ്ട്രെസ്, അടുത്തത് ഹൈഡ്രോളിക് സ്ട്രെസ്. ഈ മൂന്നിൻ്റെയും യൂണിറ്റ് എന്ത് തന്നെയാണ്? ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്, ദാറ്റ് ഈസ് പാസ്കൽ. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പോയിന്റാണ് സ്ട്രെയിൻ. നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഒരു വസ്തുവിൽ ഡീഫോമിംഗ് ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ വസ്തുവിൻ്റെ ഷേപ്പ് മാറും എന്ന് പറഞ്ഞു, അല്ലേ? അല്ലെങ്കിൽ സൈസ് മാറും എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു വസ്തുവിൻ്റെ സൈസോ ഷേപ്പോ മാറിക്കഴിഞ്ഞാൽ നമുക്ക് പറയാം ആ വസ്തുവിൽ എന്തുണ്ടായി? ഒരു സ്ട്രെയിൻ ഉണ്ടായി എന്ന് പറയാം. മനസ്സിലായില്ലേ? ഓക്കെ, ഇനി സ്ട്രെയിനിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ ഡയമെൻഷൻ ടു ഒറിജിനൽ ഡയമെൻഷൻ. ചേഞ്ച് ഇൻ ഡയമെൻഷനെ ഒറിജിനൽ ഡയമെൻഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നതാണ് സ്ട്രെയിൻ എന്ന് പറയുന്നത്. Okay, so the equation is strain is equal to change in dimension divided by original dimension. അതുകൊണ്ട് തന്നെ ഇതിന് യൂണിറ്റും ഇല്ല, ഡയമെൻഷനും ഇല്ല. സോ ഇറ്റ് ഈസ് എ യൂണിറ്റ്ലെസ് ഡയമെൻഷൻലെസ് ക്വാണ്ടിറ്റി. ഓക്കെ, ഇനി നമുക്ക് ഏതൊക്കെ ടൈപ്പ് സ്ട്രെയിനുകളാണ് ഉള്ളത് എന്ന് നോക്കാം. ഒന്ന് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ അല്ലെങ്കിൽ ലീനിയർ സ്ട്രെയിൻ എന്ന് വിളിക്കും. അതിനെ നമ്മൾ ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ ലെങ്ത് ടു ദ ഒറിജിനൽ ലെങ്ത്. Okay, so longitudinal strain is equal to change in length divided by original length ആണ്. That is delta L divided by L എന്ന് എഴുതാം. രണ്ടാമത്തതാണ് ഷിയർ സ്ട്രെയിൻ. എന്താണ് ഷിയർ സ്ട്രെയിൻ എന്ന് ചോദിച്ചാൽ നമുക്ക് ഇങ്ങനെ പറയാം. ഒരു വസ്തുവിൽ അപ്ലൈ ചെയ്യുന്ന ഡീഫോമിംഗ് ഫോഴ്സ് കാരണം അതിൻ്റെ ഷേപ്പിനാണ് മാറ്റം വരുന്നത് എങ്കിൽ അവിടെ ഉണ്ടായ സ്ട്രെയിൻ ഏത് സ്ട്രെയിൻ ആണ്? ഷിയർ സ്ട്രെയിൻ ആണ്. ഓക്കെ, ഇഫ് ദ ഡീഫോമിംഗ് ഫോഴ്സ് പ്രൊഡ്യൂസസ് എ ചേഞ്ച് ഇൻ ഷേപ്പ് വിത്തൗട്ട് ചേഞ്ച് ഇൻ ദ വോളിയം then the strain is shear strain. മനസ്സിലായല്ലോ? ഓക്കെ, അതിന് നമ്മൾ മെഷർ ചെയ്യുന്നത് ഒരു ആംഗിളിൻ്റെ രൂപത്തിലാണ്. ഇറ്റ് ഈസ് മെഷേർഡ് ഇൻ ടേംസ് ഓഫ് എൻ ആംഗിൾ ആൻഡ് ദാറ്റ് ആംഗിൾ ഈസ് കോൾഡ് ഷിയർ ആംഗിൾ. ആംഗിൾ ഓഫ് ഷിയർ എന്നാണ് വിളിക്കുക. മനസ്സിലായല്ലോ? ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ ഒറിജിനൽ ഫേസ് ആൻഡ് ഡീഫോംഡ് ഫേസ്. ഒറിജിനൽ ഫേസിൻ്റെയും ഡീഫോംഡ് ഫേസിൻ്റെ ഇടയിലുള്ള ആംഗിളാണ് ഷിയർ ആംഗിൾ എന്ന് പറയുന്നത്. ഈ ആംഗിൾ മെഷർ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഷിയർ സ്ട്രെയിൻ കിട്ടും. ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഇവിടെ ഒരു സിലിണ്ടർ കാണിച്ചിട്ടുണ്ട്. ആ സിലിണ്ടറിന് മുകളിൽ ഞാൻ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ആ ഫോഴ്സ് സർഫസിന് ടാൻജൻഷ്യലായിട്ടാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. അതായത് ടാൻജൻഷ്യൽ ഫോഴ്സ് ആണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. ആ ഫോഴ്സ് കാരണം അതിൻ്റെ ഷേപ്പ് എന്ത് ചെയ്യുന്നു? ചേഞ്ച് ചെയ്യുന്നു. ആദ്യമുള്ള ഷേപ്പ് ഈ രീതിയിലാണ്. ഓക്കെ, ദാറ്റ് ഈസ് എ സിലിണ്ടർ. ഇനി അതിൻ്റെ മുകളിൽ ഫോഴ്സ് അപ്ലൈ ചെയ്ത സമയത്ത് എന്ത് ചെയ്തു? അതിൻ്റെ ഷേപ്പ് ഒന്ന് ചേഞ്ച് ചെയ്തു. കണ്ടോ? അവിടെ ഒറിജിനൽ ഫേസ് എന്ത് ചെയ്തു? ഡീഫോം ചെയ്തു ത്രൂ എൻ ആംഗിൾ തീറ്റ. ഓക്കെ, അതായത് ഈ ഒറിജിനൽ ഫേസിനും ഈ ഡീഫോംഡ് ഫേസിനും ഇടയിലുള്ള ആംഗിളാണ് ഈ കാണിച്ചിരിക്കുന്ന തീറ്റ എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ആംഗിൾ ഈസ് കോൾഡ് ആംഗിൾ ഓഫ് ഷിയർ. മനസ്സിലായല്ലോ? അതുകൊണ്ട് നമുക്ക് ഒരു ഇക്വേഷൻ ഇങ്ങനെ എഴുതാം. ഷിയർ സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് ഷിയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു തീറ്റ. ആ തീറ്റ എന്ന് പറയുന്ന ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കും? ആർക്ക് ലെങ്ത് ഡിവൈഡ് ബൈ റേഡിയസ് എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. ദാറ്റ് ഈസ് ഡെൽറ്റ എക്സ് ഡിവൈഡഡ് ബൈ എൽ എന്ന് എഴുതാം. അവിടെ ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് ലാറ്ററൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അതായത് ഒറിജിനൽ ഫേസ് എത്രത്തോളം സൈഡിലേക്ക് ഡീഫോം ചെയ്തു, അതാണ് ലാറ്ററൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഡെൽറ്റ എക്സ്. അതിന് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി? ആ ഒറിജിനൽ ഫേസിൻ്റെ ലെങ്ത് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ദെൻ യു വിൽ ഗെറ്റ് വാട്ട്? ഷിയർ സ്ട്രെയിൻ, ദാറ്റ് ഈസ് ആംഗിൾ ഓഫ് ഷിയർ. മനസ്സിലായല്ലോ? ഓക്കെ, മൂന്നാമത്തെ ടൈപ്പ് സ്ട്രെയിൻ ആണ് വോളിയം സ്ട്രെയിൻ ഓർ ഹൈഡ്രോളിക് സ്ട്രെയിൻ. ഇത് നമ്മളിങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നു. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ വോളിയം ടു ദ ഒറിജിനൽ വോളിയം. ചേഞ്ച് ഇൻ വോളിയത്തിനെ ഒറിജിനൽ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഇവിടെയുള്ള ഒറിജിനൽ വോളിയം വി ആണ്. നിങ്ങൾ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു, അതിൻ്റെ സർഫസിന് നോർമലായിട്ടാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്, അതുകൊണ്ട് അതിൻ്റെ വോളിയം ചേഞ്ച് ചെയ്യുന്നു. ചേഞ്ച് ഇൻ വോളിയം ഡെൽറ്റ വി ആണ്. അതുകൊണ്ട് വോളിയം സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ വോളിയം ഡിവൈഡ് ബൈ ഒറിജിനൽ വോളിയം എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഡെൽറ്റ വി ഡിവൈഡ് ബൈ വി. മനസ്സിലായോ? ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ് ഹൂക്സ് ലോ. ദിസ് ഈസ് ദ ബേസിക് ലോ ഇൻ ഇലാസ്റ്റിസിറ്റി. ഇലാസ്റ്റിസിറ്റിയുമായി റിലേറ്റഡ് ആയിട്ടുള്ള ബേസിക് ലോ ആണ് ഹൂക്സ് ലോ എന്ന് പറയുന്നത്. അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ്: വിത്തിൻ ദ ഇലാസ്റ്റിക് ലിമിറ്റ് സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ. ഓക്കെ, അതായത് ഇലാസ്റ്റിക് ലിമിറ്റിൻ്റെ ഉള്ളിൽ സ്ട്രെസ് എന്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്? സ്ട്രെയിനിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. സോ വി ക്യാൻ റൈറ്റ് വിത്തിൻ ദ ഇലാസ്റ്റിക് ലിമിറ്റ് സ്ട്രെസ് പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ ഓർ സ്ട്രെസ് ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് ഇൻറ്റു സ്ട്രെയിൻ എന്ന് എഴുതാം. അല്ലെങ്കിൽ സ്ട്രെസ് ഡിവൈഡഡ് ബൈ സ്ട്രെയിൻ ഈസ് എ കോൺസ്റ്റൻറ്റ്. ഓക്കെ, ആ കോൺസ്റ്റൻറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. മനസ്സിലായോ? 3 ടൈപ്പ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഉണ്ട്. കാരണം 3 ടൈപ്പ് സ്ട്രെയിനുകളുണ്ട്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 3 ടൈപ്പ് ഇലാസ്റ്റിസിറ്റികളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് യങ്സ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി,
രണ്ടാമത്തത് ബൾക്ക് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി, മൂന്നാമത്തത് ഷിയർ ഓർ റിജിഡിറ്റി മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. മനസ്സിലായല്ലോ. ഇനി എന്താണ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് ചോദിച്ചാൽ നമുക്കിങ്ങനെ പറയാം, വിത്തിൻ ദ ഇലാസ്റ്റിക് ലിമിറ്റ് ദ റേഷ്യോ ഓഫ് സ്ട്രെസ് ടു സ്ട്രെയിൻ ഈസ് എ കോൺസ്റ്റന്റ് കോൾഡ് മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. ഇനി ഇതിൻ്റെ യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം, സ്ട്രെസ് ഡിവൈഡ് ബൈ സ്ട്രെയിൻ ആണ് ഇക്വേഷൻ. സ്ട്രെസ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. സ്ട്രെയിനിന് യൂണിറ്റ് ഇല്ല, അതുകൊണ്ട് ഇതിൻ്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ഓർ പാസ്കൽ. മനസ്സിലായല്ലോ. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ള മറ്റൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് സ്ട്രെസ് വേഴ്സസ് സ്ട്രെയിൻ ഗ്രാഫ്. സ്ട്രെസ്സും സ്ട്രെയിനും തമ്മിലുള്ള ഗ്രാഫാണ്. ഓക്കെ, നമ്മളൊരു മെറ്റീരിയലിൻ്റെ സ്ട്രെസ്സും സ്ട്രെയിനും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ഗ്രാഫ് വരച്ചാൽ കിട്ടുന്ന ഗ്രാഫ് ഈ രീതിയിലായിരിക്കും. ഓക്കെ, ഒരു ഇലാസ്റ്റിക് ബോഡിയുടെ കേസിൽ നമ്മൾ സ്ട്രെസ്സും സ്ട്രെയിനും തമ്മിൽ ഒരു ഗ്രാഫ് വരച്ചാൽ ഇങ്ങനെ ഒരു ഗ്രാഫാണ് കിട്ടുക. മനസ്സിലായല്ലോ. ഓക്കെ, ഇത് വെച്ചിട്ട് സാധാരണ ഇതിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതിൻ്റെ ആൻസർ പറയണമെങ്കിൽ നമ്മൾ ഈ ഗ്രാഫിൻ്റെ ഓരോ റീജിയനും കൃത്യമായിട്ട് അനലൈസ് ചെയ്യണം. ആദ്യം നമ്മൾ O മുതൽ A വരെയുള്ള റീജിയൻ അനലൈസ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. നമ്മൾ ആ റീജിയൻ ഒന്ന് അനലൈസ് ചെയ്താൽ മനസ്സിലാവുന്നത് O to A ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ. ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫാണ്. മനസ്സിലായല്ലോ. അതുകൊണ്ട് നമുക്ക് പറയാം സ്ട്രെസ്സ് എന്തിന് പ്രൊപ്പോർഷണലാണ്? സ്ട്രെയിനിന് പ്രൊപ്പോർഷണലാണ് എന്ന് പറയാം. മനസ്സിലായല്ലോ. സ്ട്രെസ്സ് സ്ട്രെയിനിന് പ്രൊപ്പോർഷണൽ ആയതുകൊണ്ട് തന്നെ അവിടെ എന്ത് ഒബേ ചെയ്യപ്പെടുന്നു എന്ന് പറയാം? ഹൂക്സ് ലോ ഒബേ ചെയ്യപ്പെടുന്നു എന്ന് പറയാം. ശരിയല്ലേ? അതുകൊണ്ട് നമുക്ക് ഇങ്ങനെയൊരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. ഹൂക്സ് ലോ ഒബേ ചെയ്യപ്പെടുന്ന റീജിയൻ ഏതാണെന്ന് ചോദിച്ചാൽ O മുതൽ A വരെയുള്ള റീജിയനാണ്. O മുതൽ A വരെയുള്ള റീജിയനിൽ സ്ട്രെസ്സ് സ്ട്രെയിനിന് പ്രൊപ്പോർഷണലാണ്, A വരെ. അതുകൊണ്ട് A എന്ന പോയിന്റ് നമുക്ക് ഒരു പേര് വിളിക്കാം, ദാറ്റ് ഈസ് കോൾഡ് പ്രൊപ്പോർഷണൽ ലിമിറ്റ്. ഓക്കെ, അതുകൊണ്ട് A എന്ന പോയിന്റ് പേരെന്താണ്? പ്രൊപ്പോർഷണൽ ലിമിറ്റ് എന്നാണ്. സോ ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഇനി നമുക്ക് A മുതൽ B വരെയുള്ള റീജിയൻ ഒന്ന് അനലൈസ് ചെയ്യാം. A മുതൽ B വരെയുള്ള റീജിയൻ ഒരു സ്ട്രെയിറ്റ് ലൈൻ അല്ല, ഇറ്റ് ഈസ് നോട്ട് എ സ്ട്രെയിറ്റ് ലൈൻ. അതുകൊണ്ട് തന്നെ സ്ട്രെസ്സ് സ്ട്രെയിനിന് പ്രൊപ്പോർഷണൽ അല്ല എന്ന് പറയാം. കൂടാതെ ഈ റീജിയനിൽ ഹൂക്സ് ലോ ഒബേ ചെയ്യപ്പെടുന്നില്ല. പക്ഷേ ഈ റീജിയനിലും എന്താണ്? ബോഡി ഇലാസ്റ്റിക് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ A മുതൽ B വരെയുള്ള ആ റീജിയനിൽ ഏത് പോയിന്റിൽ വെച്ച് ഡീഫോമിംഗ് ഫോഴ്സ് റിമൂവ് ചെയ്താലും വസ്തു എന്ത് ചെയ്യും? അതിൻ്റെ ഒറിജിനൽ സൈസ് അല്ലെങ്കിൽ ഷേപ്പ് റീഗെയിൻ ചെയ്യും. അതുകൊണ്ട് O മുതൽ B വരെയുള്ള റീജിയനിൽ വസ്തു എന്ത് തന്നെയാണ്? ഇലാസ്റ്റിക് തന്നെയാണ്. അതുകൊണ്ട് ആ റീജിയൻ എന്താണ്? ഇലാസ്റ്റിക് റീജിയൻ ആണ് എന്ന് പറയാം. മനസ്സിലായല്ലോ. ഓക്കെ, കൂടാതെ ഈ B എന്ന് പറയുന്ന പോയിന്റിനെയാണ് നമ്മൾ ഈൽഡ് പോയിന്റ് അല്ലെങ്കിൽ ഇലാസ്റ്റിക് ലിമിറ്റ് എന്ന് പറയുന്നത്. അതായത് B എന്ന പോയിന്റ് വരെ അത് അതിൻ്റെ ഒറിജിനൽ സൈസും ഷേപ്പും എന്ത് ചെയ്യും? റീഗെയിൻ ചെയ്യും. അതുകൊണ്ട് B എന്ന പോയിന്റ് ആണ് ഇലാസ്റ്റിക് ലിമിറ്റ് അല്ലെങ്കിൽ ഈൽഡ് പോയിന്റ് എന്ന് പറയുന്നത്. ഇനി ആ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രെസ്സിനെ വിളിക്കുന്ന പേരാണ് ഈൽഡ് സ്ട്രെങ്ത്. ഓക്കെ, അപ്പോൾ B എന്ന പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രെസ്സിനെ വിളിക്കുന്ന പേരെന്താണ്? ഈൽഡ് സ്ട്രെങ്ത് എന്നാണ്. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. കൃത്യമായി മനസ്സിലാക്കി വെക്കുക. ഈ ഓരോ പോയിന്റും എക്സാമിന് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കും. ഇനി നമുക്ക് B മുതൽ D വരെയുള്ള റീജിയൻ ഒന്ന് അനലൈസ് ചെയ്യാം. B മുതൽ D വരെയുള്ള റീജിയൻ അനലൈസ് ചെയ്താൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈൻ അല്ല. എന്ന് പറഞ്ഞാൽ സ്ട്രെസ്സും സ്ട്രെയിനും എന്തല്ല? പ്രൊപ്പോർഷണൽ അല്ല. സ്ട്രെയിന് സ്ട്രെസ്സ് ഇൻക്രീസ് ചെയ്യുന്നതിനേക്കാൾ കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. ഓക്കെ, ദാറ്റ് ഈസ് സ്ട്രെയിൻ ഇൻക്രീസസ് റാപ്പിഡ്ലി ഈവൺ ഫോർ എ സ്മോൾ ചേഞ്ച് ഇൻ സ്ട്രെസ്. മനസ്സിലായില്ലേ? കൂടാതെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഇതാണ്. നിങ്ങൾ B എന്ന പോയിന്റിനും D എന്ന പോയിന്റിനും ഇടയിൽ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുക. ഫോർ എക്സാമ്പിൾ C എന്ന് പറയുന്ന പോയിന്റ്. ആ പോയിന്റിൽ വെച്ച് നിങ്ങൾ ഡീഫോമിംഗ് ഫോഴ്സ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ വസ്തു അതിൻ്റെ ഒറിജിനൽ ഷേപ്പ് അല്ലെങ്കിൽ സൈസ് അറ്റൈൻ ചെയ്യില്ല. മറിച്ച് അത് പോകുന്നത് ഈ ഡോട്ടഡ് ലൈനിലൂടെ ആയിരിക്കും. ആൻഡ് ഇറ്റ് ഹാസ് എ പെർമനൻറ്റ് സ്ട്രെയിൻ. മനസ്സിലായില്ലേ? അതായത് ഇതിനെന്തുണ്ട്? ഒരു പെർമനൻറ്റ് സ്ട്രെയിൻ ഉണ്ട് എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ ഈ മെറ്റീരിയൽ എന്ത് കാണിക്കുന്നു? അതിൻ്റെ പ്ലാസ്റ്റിക് ബിഹേവിയർ കാണിക്കുന്നു. മനസ്സിലായല്ലേ? അപ്പോൾ ഈ റീജിയനിൽ ഇതെന്താണ്? പ്ലാസ്റ്റിക് ബിഹേവിയർ ആണ് കാണിക്കുന്നത്. മനസ്സിലായല്ലോ. ഓക്കെ, അതുകൊണ്ട് B മുതൽ അങ്ങോട്ടുള്ള റീജിയൻ എന്താണ്? പ്ലാസ്റ്റിക് റീജിയൻ ആണ്. മനസ്സിലായല്ലോ. അതുപോലെ O മുതൽ B വരെയുള്ള റീജിയൻ എന്താണ്? ഇലാസ്റ്റിക് റീജിയൻ ആണ്. ഈ റീജിയൻസ് ഒക്കെ കൃത്യമായി പഠിച്ചു വെക്കുക. അതുപോലെ ഈ D എന്ന പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രെസ്സിനെയാണ് നിങ്ങൾ ബ്രേക്കിംഗ് സ്ട്രെസ് അല്ലെങ്കിൽ അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത് എന്ന് വിളിക്കുന്നത്. മനസ്സിലായല്ലോ. സോ ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. The stress corresponding to the point D is called breaking stress or ultimate tensile strength. ഇനി നമുക്ക് D മുതൽ E വരെയുള്ള റീജിയൻ ഒന്ന് അനലൈസ് ചെയ്യാം. ഓക്കെ, D എന്ന പോയിന്റിന് ശേഷം നിങ്ങൾ അഡീഷണൽ ആയിട്ട് ഒരു സ്ട്രെസ് കൊടുത്തില്ലെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ഡീഫോമിംഗ് ഫോഴ്സ് റിമൂവ് ചെയ്താൽ പോലും അവിടെ എന്തുണ്ടാവും? സ്ട്രെയിൻ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. മനസ്സിലായോ? അറ്റ് ദ പോയിന്റ് E വരെ. E എന്ന് പറയുന്ന പോയിന്റിൽ എത്തുമ്പോഴേക്കും അതെന്ത് ചെയ്യുന്നു? ആ മെറ്റീരിയൽ പൊട്ടിപ്പോകും. ഓക്കെ,
സോ ദ പോയിന്റ് ഇ ഈസ് കോൾഡ് ഫ്രാക്ചർ പോയിന്റ് ഓർ ബ്രേക്കിംഗ് പോയിന്റ്. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഇത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഏതാണ് ഫ്രാക്ചർ പോയിന്റ് അല്ലെങ്കിൽ ബ്രേക്കിംഗ് പോയിന്റ് എന്ന് ചോദിക്കും. ഏതാണ് ഇ എന്ന പോയിന്റ് ആണ് ബ്രേക്കിംഗ് പോയിന്റ് അല്ലെങ്കിൽ ഫ്രാക്ചർ പോയിന്റ്. മനസ്സിലായല്ലോ? അതായത് ഡിക്ക് ശേഷം നിങ്ങൾ സ്ട്രെസ് അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ പോലും അവിടെ എന്തുണ്ടാവും? സ്ട്രെയിൻ ഉണ്ടാവും. ആൻഡ് ഫൈനലി ഇറ്റ് ബ്രേക്സ് അറ്റ് ദ പോയിന്റ് ഇ ആൻഡ് ദാറ്റ് പോയിന്റ് ഈസ് കോൾഡ് ഫ്രാക്ചർ പോയിന്റ്. മനസ്സിലായില്ലേ? ഇനി ഈ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫിൽ നിന്ന് നമുക്ക് മെറ്റീരിയൽസ് ബ്രിട്ടിൽ മെറ്റീരിയൽ ആണോ ഡക്റ്റൈൽ മെറ്റീരിയൽ ആണോ എന്നൊക്കെ വേർതിരിച്ചറിയാൻ പറ്റും. എന്താണ് ബ്രിട്ടിൽ മെറ്റീരിയൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന മെറ്റീരിയലാണ് ബ്രിട്ടിൽ മെറ്റീരിയൽ. ഓക്കെ, എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ് സ്ട്രെങ്ത്തും ഫ്രാക്ചർ പോയിന്റും എന്ന് പറഞ്ഞാൽ ഡി എന്ന് പറയുന്ന പോയിന്റും ഇ എന്ന് പറയുന്ന പോയിന്റും വളരെ അടുത്തടുത്താണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ബ്രിട്ടിൽ മെറ്റീരിയൽ. എന്ന് പറഞ്ഞാൽ അത് വളരെ പെട്ടെന്ന് പൊട്ടിപ്പോകുന്നു. ഉദാഹരണത്തിന് ഗ്ലാസ്, കാസ്റ്റ് അയൺ, അതുപോലെ ബോൺ, ഇതൊക്കെ എന്താണ്? ബ്രിട്ടിൽ മെറ്റീരിയൽസിന് എക്സാമ്പിൾസ് ആണ്. മനസ്സിലായോ? അതുപോലെ എന്താണ് ഡക്റ്റൈൽ മെറ്റീരിയൽസ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും ഇത്രയാണ്. അത് പെട്ടെന്ന് എന്ത് ചെയ്യില്ല? പൊട്ടിപ്പോകില്ല. അതിനെ നമുക്ക് വളരെ എളുപ്പത്തിൽ വലിച്ചു നീട്ടാൻ പറ്റും. ഓക്കെ, എന്ന് പറഞ്ഞാൽ അവിടെയുള്ള കേസിൽ അൾട്ടിമേറ്റ് സ്ട്രെങ്ത്തും ഫ്രാക്ചർ പോയിന്റും എന്ന് പറഞ്ഞാൽ ഡി എന്ന പോയിന്റും ഇ എന്ന പോയിന്റും വളരെ അകലെ ആയിരിക്കും സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായില്ലേ? ദാറ്റ് ഈസ് ദ പോയിന്റ് ഡി ആൻഡ് ഇ ആർ ഫാർ എപ്പാർട്ട്. മനസ്സിലായില്ലേ? അങ്ങനെയുള്ള മെറ്റീരിയലിനെയാണ് നമ്മൾ ഡക്റ്റൈൽ മെറ്റീരിയൽ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് അലൂമിനിയം, കോപ്പർ, ഗോൾഡ്, സിൽവർ, അങ്ങനെയുള്ള മെറ്റീരിയൽസ് എല്ലാം എന്താണ്? ഡക്റ്റൈൽ മെറ്റീരിയൽസ് ആണ്. മനസ്സിലായോ? അതുപോലെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, എന്താണ് ഇലാസ്റ്റോമേഴ്സ് എന്ന് പറഞ്ഞാൽ? എന്താണ് ഇലാസ്റ്റോമേഴ്സ്? ദീസ് ആർ ദ സബ്സ്റ്റൻസസ് വിച്ച് ക്യാൻ ബി സ്ട്രെച്ച്ഡ് ടു കോസ് ലാർജ് സ്ട്രെയിൻസ്. വളരെ വലിയ ഒരു സ്ട്രെയിൻ ഉണ്ടാകത്തക്ക രീതിയിൽ സ്ട്രെച്ച് ചെയ്യാൻ പറ്റുന്ന സബ്സ്റ്റൻസിനെയാണ് നമ്മൾ ഇലാസ്റ്റോമേഴ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് ചോദിക്കാം. എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? ടിഷ്യൂ ഓഫ് അയോർട്ട, റബ്ബർ, ഇതൊക്കെ എന്തിന് എക്സാമ്പിൾസ് ആണ്? ഇലാസ്റ്റോമേഴ്സിന് എക്സാമ്പിൾസ് ആണ്. ഇത് കൃത്യമായി പഠിച്ചു വെക്കുക. ഓക്കെ, ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.